തള്ള മൂത്രമൊഴിക്കുക അപ്പിടിയൊക്കെ ചെയ്തിക്കണ് നാശം. ഈ തള്ളവിടെ നാറി വെച്ചിട്ട് നിങ്ങൾ കാണില്ലേ? ഈ തീട്ടത്തിലെ മൂത്രത്തിൽ ഇത്രയും കിടക്കുക. ഒരു ബോട്ടയുടെ സാധനം തിന്നാൻ നിവൃത്തില്ല. എവിടെയെങ്കിലും പോയി കൊണ്ടാടക്ക തള്ളനെ. എന്നാ പിന്നെ നാട്ടിനോട് പറ ഇതിന് നോക്കാൻ. എന്നെ കൊണ്ട് വെയ്യ ഈ പണ്ടാരത്തിന്റെ തീട്ടും മൂത്രം കൊരാന്. മടുത്ത് മുത്ര തീറ്റ തിന്നോ തള്ളക്കൊ നീച്ചൂടെ? നോക്കി നോക്കും ഇവിടെ അങ്ങോട്ട് 10 വരെ തീട്ടാ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ പോയിട്ടുള്ള വൃത്തിയാക്കിട്ട് പണ്ടാരത്തിന്റെ കയ്യും കാലും കെട്ടിട്ടുണ്ടേരും. നിങ്ങളാ പണ്ടാരത്തിന് എവിടെയെങ്കിലും കൊണ്ട് ആക്കി കൊടുക്ക്. പറഞ്ഞോട് ഞാൻ പറഞ്ഞോളാം. ഏത് മഹാനച്ചോട് വരട്ടെ കുടുംബത്തിക്ക്. സൂര്യ സമാധാന തരത്തിൽ പറഞ്ഞ തന്റെ ഓരോരുത്തർ കൊണ്ടേക്ക് കൊടുക്കുന്ന വയ്യ. ഒരു നേരം പോലെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസം എത്രയായി? എന്തിനു പറഞ്ഞു? നിങ്ങളുടെ പെങ്ങള് പോലും കൂടെ അടുക്കണില്ല. ഓളോട് ഞാൻ നാളെ എന്റെ മക്ക് സുഖമില്ലാഞ്ഞിട്ടേ ഓളെ 2 ദിവസം ഒന്ന് നോക്കാൻ പറഞ്ഞു. ഓള് പറയാ ഓൾക്ക് പിടിച്ചിട്ട് തിന്നാ ഇറങ്ങില്ലാന്ന്. അവൾക്ക് പറ്റില്ലല്ലോ. നിങ്ങളിപ്പോ എത്തിനും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ നാശം പിടിച്ച തളനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിട്ട് വായോ. ഈ കുഞ്ഞ മക്കൾക്ക് 2 തുള്ളി ഭക്ഷണമെങ്കിലും കഴിക്കാൻ. എന്താ നമുക്കൊരു കാര്യം ചെയ്തല്ലോ. നാളെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ അത്തേറ്റം ചെയ്യണ്ട. എന്റെ ഒരു അഭിപ്രായത്തിൽ വല്ല വിഷത്തിൽ പഠിച്ചിട്ട് തളയുടെ അതൊരു നല്ല ഐഡിയ അല്ലേ? നാശം തള്ളന്നിട്ട് പോയി കിട്ടിയാൽ മതി. ഒരു ഷോ ഓഫർ ഒക്കെ ചെല്ല് ചെല്ല്. എങ്ങനെയെങ്കിലും ആ പണ്ടാരത്തിൽ നിന്ന് കൊണ്ടേ ആക്കി വിട്. വയ്യത് ഓ കണ്ടി കണ്ടി കണക്കിനാണ് ഇട്ടു മൂത്രം വേറെ. റബ്ബി വയ്യെങ്കിലും അതിന്റെ തൊള്ളക്കൊരു പാത്തില്ല. 24 മണിക്കൂർ ഇങ്ങനെ മിണിഞ്ഞിക്കൊണ്ടിരിക്കും തള്ള പണ്ടാറക്കെട്ട്. ഞാൻ ആ തള്ളന്ന് വൃത്തിക്കട്ടെ. എന്താണ് നമ്മക്കേ തമ്പ് വെച്ചിട്ട് അപ്പൊ അതിന് ശേഷം മതി തള്ളനെ കൊണ്ടാക്കലില്ലേ? അതിനെങ്ങനെ ചോറ് പടി കൂറ് തള്ളക്ക അവിടെയല്ലേ നാശത്തിന്. ഓ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്ന്. ഈ പണ്ടാരത്തിന് തീർത്തും മൂത്രം കണ്ട കാര്യം നോക്കിണ്ടാക്കിയത് ഞാൻ ഇതൊക്കെ മോഹിച്ചിട്ടാ. ഇതിനൊരു കഷ്ണം ഞാൻ കുടുത്തക്കൊണ്ടിട്ട് കൊടുക്കില്ല. നിങ്ങൾ വിളിക്ക്. ഞാൻ പണ്ടാരത്തിനൊന്ന് പോയി കഴി വൃത്തിയാക്കട്ടെ. നാശം തള്ളപ്പിടി. നീ കണ്ട് തള്ളേ അടിക്കട്ടെ. നമസ്കാരം. നേരത്തെ വരാന്ന് പറഞ്ഞ ആള് അല്ലേ? ശരി, ഇരിക്കൂട്ടെ. അതെന്തായിരുന്നു വിഷയം? നിങ്ങളുടെ ഉമ്മാന്റെ പേരിലുള്ളത്? നിങ്ങളുടെ ഉമ്മയാണ്? ഇതാരാ? ഭാര്യ. ശരി ശരി. അപ്പൊ അതാരാ അത്? ഇത് ഉമ്മാന്റെ പേരിലുള്ളതാണ്. ഇതിപ്പോ എന്താ വേണ്ടത്? നിങ്ങളെ 2 പേരുടെ പേരില്. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഉമ്മാന്റെ പേര് ആമിന അല്ലേ? ആമിന. അവരുടെ ഭർത്താവ് മരിച്ചുപോയി, ചേക്കുട്ടി.
ഇത് കൂട്ടാധാരല്ലേ? ഇത് ഉപ്പാന്റെ സ്വത്തല്ലേ? ഉമ്മാക്ക് കിട്ടിയതല്ലേ? ഉപ്പാന്റെ സ്വത്ത് ഉമ്മാക്ക് കിട്ടിയതല്ലേ? ആ ശരി ശരി ശരി. ഇതിൽ നിങ്ങളെ കൂടാതെ പിന്നെ രണ്ടുപേരും കൂടി കാണുന്നുണ്ടല്ലോ. രണ്ട് രണ്ട് കുട്ടികളും കൂടി ഉണ്ട് നിങ്ങൾക്ക്, ഉമ്മാക്ക് ഉപ്പാക്ക് അല്ലേ? അവരൊക്കെ വെറും പേരിന് മക്കളെന്നേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെയാണ് ഉമ്മ താമസിക്കുന്നത്. ഞങ്ങളാണ് ഉമ്മാനെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ തറവാട്ടിലാണോ? അതെ. അപ്പൊ മറ്റു രണ്ട് മക്കൾ അവര് വേറെ വീട് വെച്ചിട്ടും കല്യാണം കഴിച്ചിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരാ. അവര് ഉമ്മാനെ നോക്കൊന്നുമില്ല. ഞങ്ങളുടെ കൂടെയാണ് ഉമ്മ വർഷങ്ങളായിട്ട്. ഇത് പഴയ ആധാരാണ്. അടിയാധാരം ഉണ്ട്, പിന്നെ ഫോട്ടോസ്. ഞാൻ നോക്കി കണ്ടു, മനസ്സിലായി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷെ ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോഴേ ഇതിലൊരു മൈനർ കാണാനുണ്ട്. ഇനിയിപ്പോ മൈനർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും ഇതിപ്പോ നിങ്ങളുടെ മാത്രം പേരിലേക്ക് മാറ്റാൻ കഴിയില്ല. അതിന് വഴിയില്ലല്ലോ. വേറെ സ്വത്തില് കൂട്ട് അവകാശമുള്ള ആളുകളില്ലേ? അപ്പൊ നിങ്ങളെ സഹോദരങ്ങള്, അവർക്കും നിങ്ങൾക്കും തുല്യ അവകാശമാണ് ഇതിലുള്ളത്. ഉമ്മാനെ നോക്കണോ നോക്കണില്ലേ എന്നുള്ളതല്ല വിഷയം. നിയമപ്രകാരം ആധാരത്തില് ഉപ്പാന്റെ സ്വത്ത് ഉപ്പാന്റെ മരണശേഷം ഉമ്മാന്റെ പേരിലാണ് ഉള്ളത്. ഈ സ്വത്തില് പിന്നെ ഉമ്മാക്കും ഈ 3 മക്കൾക്കും ഒരേ അവകാശമാണുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ആ 2 സഹോദരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റണം. അതൊരു കള്ളത്തരല്ലേ? അല്ല, കാലങ്ങളായിട്ട് ഉമ്മാനെ നോക്കുന്നത് ഞങ്ങളാ. മാത്രല്ല ഈ മക്കളില് ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് മാത്രം. അല്ല, ഇതിലിപ്പോ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താ അറിയോ? നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. നിങ്ങളിപ്പോ ഉമ്മാനെ നോക്കുന്നുണ്ടല്ലോ. ആ നോക്കുന്നതിന് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് കുറച്ച് കൂടുതൽ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് കൂട്ടമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷെ സ്വത്ത് വീതിക്കുമ്പോൾ എല്ലാവർക്കും തുല്യ അളവില് വീതിക്കാൻ കഴിയുള്ളൂ. പിന്നെ അതിനൊരു റിഡക്ഷൻ എന്നുള്ളത്, നിങ്ങളിപ്പോ ഉമ്മാനെ നോക്കുന്നു, അപ്പൊ അതുകൊണ്ട് എല്ലാം വീതിക്കുന്നതിൽ നിന്ന് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ എന്നുള്ളത് മറ്റു സഹോദരങ്ങളും കൂടി അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ഇതിൽ ചെയ്യാനുള്ള ആകെയുള്ള ഒരു കാര്യം, അത് എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് നിയമപരമായിട്ട് ഭാഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇതിപ്പോ ഉമ്മാടെ മരണശേഷം വേണമെങ്കിൽ അങ്ങനെയും ഭാഗിക്കാം. അപ്പോഴും നിങ്ങൾക്ക് തുല്യ അളവിൽ തന്നെ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ കുറച്ച് കൂടുതൽ കിട്ടാന്ന് അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അനുവദിച്ചു തരണം. എന്തായാലും മരണശേഷം മാത്രം. ഇപ്പൊ ഉമ്മ ഇപ്പൊ എന്തായാലും ഒപ്പിട്ട് തരാൻ പോണില്ലല്ലോ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഉമ്മേനെപ്പൊ നിങ്ങളല്ലേ നോക്കുന്നത്? അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഉമ്മ അത് നിങ്ങൾക്ക് ഇഷ്ടദാനായിട്ടോ എങ്ങനെങ്കിലും ഒപ്പിട്ട് തരാൻ സാധ്യത ഉണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്തോളൂ, ഉമ്മാന്റെ മരണശേഷം ഇത് ഭാഗിക്കുക, അതേ നടക്കൂ. അല്ലാതെ ഇതിപ്പോ കള്ളാധാരം ഉണ്ടാക്കുക, അഡ്വക്കേറ്റിനെ വന്ന് കണ്ടിട്ട് ഇങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല. നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഉമ്മാന്റെ മരണശേഷം ഭാഗിച്ചോളൂ, അതിനെന്താ പ്രശ്നം? കറക്റ്റ് ആണല്ലോ, അങ്ങനെ ചെയ്താ പോരെ. ഇനിയിപ്പൊ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ടേ ഈ പറയണോണ്ടൊന്നും വിചാരിക്കണ്ട. ഈ പല സ്ഥലത്തും നമ്മൾ കേൾക്കണില്ലേ, സ്വത്തിന് വേണ്ടിയിട്ട് ഉമ്മാനെ കൊന്നു ഉപ്പാനെ കൊന്നു എന്നൊക്കെ. ഇന്നിപ്പോ അങ്ങനെ ആർക്കും ഒരു കണ്ണും കെടുപ്പൊന്നും ഇല്ലാത്തൊരു കാലാണല്ലോ. അല്ല, അപ്പൊ അങ്ങനത്തെ ചിന്തകളും ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും കൊണ്ട് നടക്കണ്ടെന്ന് പറയാ കേട്ടോ. അപ്പൊ ഇതിൽ വേറെ ഒന്നും വിചാരിക്കണ്ട, കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അതില് എനിക്കൊന്നും ചെയ്യാനില്ല. അതെ, അത് മക്കളുടെ കടമയല്ലേ. ഉമ്മാനെ മരിക്കോളം നോക്കുക എന്നുള്ളത് ഏത് മക്കളുടെയും കടമയാണ്. ഇന്നിപ്പോ അത് മക്കൾ ചെയ്യുന്നില്ല പല സ്ഥലത്തും. പക്ഷെ എന്നാൽ നിങ്ങളായിട്ട് അത് അങ്ങനെ ചെയ്യുക. ഉമ്മയല്ലേ, ഉമ്മാന്റെ കാലടിയിലല്ലേ സ്വർഗം. അപ്പൊ അങ്ങനെ ചെയ്യൂട്ടാ. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട, അനാവശ്യമായിട്ടുള്ള ഇതിലേക്കൊന്നും പോണ്ട. ശരി ശരി ശരി, പോയിക്കോളൂ. വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. ശരി, ഓക്കെ ഓക്കെ. നിങ്ങൾ ഉമ്മാനെയും കൊണ്ട് ഇറങ്ങിക്കോ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, ഫോണിൽ കുറച്ച് കാര്യങ്ങളുണ്ട്.